ഞാനിപ്പം ഉള്ളത് ചപ്പാത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഉപ്പുതറ ചപ്പാത്തിൽ. ഇവിടെയായിരുന്നു വർഷങ്ങൾ നീണ്ടു നിന്നിരുന്ന മുല്ലപ്പെരിയാർ സമരം നടന്നിരുന്നത്. ആ സമരത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ഇദ്ദേഹം. അന്ന് ഒരു വലിയ പ്രതിജ്ഞ എടുത്തിരുന്നു ഇല്ലേ? ആ സമരം തുടങ്ങുന്ന സമയത്ത് ഈ വിഷയം പരിഹരിക്കാതെ വിവാഹം കഴിക്കില്ല എന്നുള്ളത്. ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. തീർച്ചയായും എൻ്റെ ഞാനതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ മുല്ലപ്പെരിയാർ വിഷയം പരിഹാരമാകുന്നത് വരെ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ അന്ന് സുപ്രീം കോടതി വിധിയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ്. എന്തായാലും ഞാൻ എടുത്ത ഒരു എത്തിക്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. കാരണം തലമുറകൾക്ക് വേണ്ടിയാണ് ഈ സമരം ചെയ്തെന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു വിവാഹം കഴിക്കാതെ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലപാടിൽ നിന്നും മാറാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. കാരണം ഏതാണ്ട് 79 മുതൽ തുടങ്ങിയ ചർച്ചയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സിറിയക് തോമസ് സാറിന്റെ കാലം മുതൽ കെ സി തോമസ് സാറിന്റെ കാലം മുതൽ തുടങ്ങിയ ചർച്ചയാണ് മുല്ലപ്പെരിയാർ. അവിടെ തൊട്ട് ഇങ്ങോട്ട് കോടതി വ്യവഹാരങ്ങളിൽ സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത കണക്ക് നമ്മളെടുത്താൽ മുല്ലപ്പെരിയാറിന് സമാനമായ ഒരു പുതിയ ഡാം പണിയാനായിട്ടുള്ള പൈസയാണ് നമ്മൾ കോടതിയെ കൊടുത്തത്. എന്നാൽ 2014 സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം വന്ന 3-4 പ്രൈവറ്റ് കേസുകൾ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത കേസാണ്. അദ്ദേഹം കൊടുത്തത് റൂൾ കർവും ഒപ്പം ഓപ്പറേറ്റിംഗ് മാനുവലും കേരളത്തിന് ലഭിക്കണമെന്നുള്ളതാണ്. കേരളം ആവർത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട് 18 പ്രളയമുണ്ടാകുന്ന സമയത്ത് ആവശ്യപ്പെട്ടിട്ടും തമിഴ്നാട് വഴങ്ങാതെ ഒരു സാഹചര്യത്തിൽ ജോ ജോസഫ് സാറിന്റെ റിട്ട് സുപ്രീം കോടതി പരിഗണിക്കുകയും അത്യന്തം പ്രാധാന്യത്തോടെ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന നിലയിൽ അത് ലഭിക്കുകയും ചെയ്തു. അതോടുകൂടിയല്ലേ നമുക്ക് ഡാമിൽ കയറുവാനും ഡാമിലെ ഇതിന്റെ മാനേജ്മെന്റ് സംവിധാനത്തിൽ നമുക്ക് ഭാഗമാകാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഡാം ഷട്ടർ തുറക്കണമെങ്കിലും ഷട്ടർ മാനുവൽ പ്രവർത്തിപ്പിക്കണമെങ്കിലും ഓപ്പറേറ്റിംഗ് മാനുവൽ പ്രവർത്തിക്കണമെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ തമിഴ്നാട് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് കേസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പരിഗണിച്ചു. ഇൻസ്ട്രുമെന്റേഷൻ മാനേജ്മെന്റ് സംവിധാനത്തിലുണ്ടായിരിക്കുന്ന വീഴ്ച അത് ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മേൽനോട്ട സമിതിക്ക് കത്തെഴുതിക്കൊണ്ട് കോടതി കഴിഞ്ഞ ദിവസം 15 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് കേസുകൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പരിഹാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യം, ആ ബോധ്യമാണ് ഞങ്ങൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് അത് ഗവൺമെന്റിനെ കുറ്റം പറയുകയോ ഭരണകൂടത്തെ ഫെഡറൽ സംവിധാനത്തെ തള്ളിപ്പറയുകയല്ല, തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ, ഒരു നിശാബോധം ഉണ്ടാക്കുവാൻ ഒരു സമ്മർദ്ദ ശക്തിയായി ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും അത്തരത്തിലാണ്, ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഉള്ളത്. ആ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ജീവിതം ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാറ്റിവെച്ച ഇദ്ദേഹമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാൻ കൂടി എന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നാലും ഒരു വിവാഹം കഴിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ 2 സർക്കാരുകൾ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. ആ സാഹചര്യം ഉണ്ടാകും, അത് പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹവുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.